എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ? പരീക്ഷ ഉടൻ ആരംഭിക്കും. FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം എപ്പോഴായിരിക്കുമെന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയും 4, 6 സെമസ്റ്റർ പരീക്ഷകളും എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് 8ൻ്റെ അല്ല 16ൻ്റെ പണി തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. കാരണം 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 21-ാം തീയതി ആരംഭിക്കും. മാർച്ച് മാസം 21-ാം തീയതിയാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക. അപ്പോൾ 2, 4 സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും മാർച്ച് മാസം 21-ാം തീയതി എന്ത് ചെയ്യും? 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും. അതൊരു ഏപ്രിൽ മാസം 1-ാം തീയതിയോടെ, ഏപ്രിൽ മാസം ഒരു 5-ാം തീയതിക്ക് 5-നുള്ളിലൊക്കെ, ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിക്കുള്ളിലൊക്കെ തന്നെ എന്ത് ചെയ്യും? മറ്റേ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പൂർത്തീകരിക്കും. ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിക്കുള്ളിൽ 6ാം സെമസ്റ്റർ പരീക്ഷ പൂർത്തീകരിക്കും. ബാക്കിയുള്ള 2, 4 സെമസ്റ്റർ പരീക്ഷകൾ എന്തായാലും ഏപ്രിൽ 5-നും 20-നും ഇടയിൽ, ഏപ്രിൽ 5-നും 20-നും ഇടയിൽ എന്തായാലും എന്ത് ചെയ്യും? 2, 4 സെമസ്റ്റർ പരീക്ഷകൾ എന്തായാലും നടത്തും. കാരണം മെയ് മാസം വെക്കേഷനാണ്. അപ്പോൾ മെയ് മാസം വെക്കേഷനാണ്. അതിനുള്ളിൽ ഓഡ് സെമസ്റ്റർ പരീക്ഷകളൊക്കെ സർവകലാശാല പൂർത്തീകരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും? മെയ് മാസം വെക്കേഷനായിരിക്കും. ജൂണിൽ അടുത്ത സെമസ്റ്റർ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് അധികം വൈകിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കില്ല. പരീക്ഷകളെല്ലാം കൃത്യമായി നടക്കും. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പരീക്ഷ ഉടൻ ആരംഭിക്കും. ഏപ്രിൽ മാസം തന്നെ എന്തായാലും ഉണ്ടാകും. FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എപ്പോഴായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. പല വിദ്യാർത്ഥികളും ഉൾപ്പെടെ കമൻ്റ് ഇട്ട് കഴിഞ്ഞു. കമൻറ്റും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. FIUGPയുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതേണ്ടി വരുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും ഒന്നിച്ച് എഴുതേണ്ടി വരുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒന്നിച്ച് നടത്തുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. എന്തായാലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം, പരീക്ഷ ഒന്നിച്ച് നടത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. ഒന്നിച്ച് യൂണിവേഴ്സിറ്റി വിളിക്കുകയില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പിന്നെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എപ്പോഴായിരിക്കും ഇനി അത് എഴുതാൻ സാധിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക. FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക എന്ന് ഓർത്തിരിക്കുക. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നൊരു വസ്തുത നിലവിലുണ്ടായിരുന്നു. എന്നാൽ ആ ഡേറ്റെല്ലാം എക്സ്പയർ ആയിട്ട് ദിവസങ്ങളേറെയായി. എന്നാലും സപ്ലിമെൻ്ററി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. അപ്പം ആ സ്ഥിതിക്ക് എന്തായാലും ഇനി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയേണ്ടി വരുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. എന്തായാലും 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടക്കാത്ത സ്ഥിതിക്ക്, ഇപ്പോൾ ഡിസംബർ 30-ാം തീയതിയാണ് ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് FIUGPയുടെ. അപ്പോൾ ആ കണക്കിന് നോക്കുമ്പോൾ 45 ദിവസമൊക്കെ ഏതാണ്ട് എക്സ്പയർ ആയി കഴിഞ്ഞു. എന്നിട്ടും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരുമേ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ, the founder of Career4Tech, the career guide. Thanks for watching. Bye.